ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് കേട്ടോ. ഇരിഞ്ഞാലക്കുട ടൗണിൽ തന്നെ നമുക്കൊരു 12.5 സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന ലക്ഷറി വീടും വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ. അടിപൊളി വീടാണ്. നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഏകദേശം ഒരു 80-85 അടി ടാറിങ് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി വീടാണ്. ഒരു 5-6 കാറൊക്കെ നമുക്ക് സുഖമായി പാർക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റാവുന്ന സാഹചര്യമുള്ള മിറ്റൊക്കെയാണ് ഇതിൽ സെറ്റ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ നല്ല ഓപ്പൺ കിണറാണ്. കണ്ടില്ലേ, നല്ല ഓപ്പൺ കിണർ. ഇനി വീടിൻ്റെ ഉൾഭാഗം കാണാം കേട്ടോ. വീടിനോട് ചേർന്ന് തന്നെ ഒരു കാർ പോർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഒരു കാർ പോർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ നമ്മൾ ലിവിങ് റൂമിലേക്ക് കിടക്കണം. നല്ല തേക്കിൻ്റെ ഡോറാണ് കേട്ടോ. തേക്കിൻ്റെ ഡോറാണ്. ഫ്രഷ് വീടാണ്. പണി ഇപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുള്ളൂ. ലിവിങ് റൂമിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഓഫീസ് റൂം, സ്റ്റഡി റൂം എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ. ഓക്കെ, ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ. കോമൺ ബാത്റൂം. പിന്നെ അവിടുന്ന് നമ്മൾ വീണ്ടും ഹാളിലേക്ക് കിടക്കണം. ഇത് ഡൈനിങ് സ്പേസാണ്. അവിടെ വാഷിങ്ങും ബേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് താഴ്ഭാഗത്ത് 2 ബെഡ്റൂമാണ്, ഒരു ബെഡ്റൂമും പിന്നെ ഒരു ഓഫീസ് റൂമാണ് ഉള്ളത് കേട്ടോ. ഇതൊരു ബെഡ്റൂം, അറ്റാച്ച്ഡ് വാഷ്റൂം. നല്ല മെറ്റീരിയൽ എടുത്തിട്ടുള്ള ഫിറ്റിങ്സ് ആണ് കേട്ടോ. തേക്കിൻ്റെ ഡോറുകളാണ് കേട്ടോ എല്ലാം വരുന്നത്. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഈ ഡൈനിങ് സ്പേസിലേക്ക് വന്ന് അവിടെ നിന്ന് കിച്ചണിലേക്ക് കിടക്കണം. ഓക്കെ, കിച്ചണിൽ നിന്ന് അവിടെ നിന്ന് വീണ്ടും സെക്കൻഡ് കിച്ചൺ വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ സ്പേസ് ഉണ്ട്. ബാക്കിൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഉണ്ടോ, ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ താഴ്ഭാഗത്ത് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. കാർ പുറച്ചിരിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് മോൾ ഭാഗത്തേക്ക് പോകാം. മുകളിൽ സ്റ്റീലിൻ്റെ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലൊക്കെ പിടിപ്പിച്ചത്, ഗ്ലാസ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. നല്ല നീറ്റായിട്ടുണ്ട്. ഇവിടെ ലൈറ്റിൻ്റെ ആവശ്യമില്ല ഓൾറെഡി, കാരണം വെച്ചാൽ നല്ല വെളിച്ചമാണ്. ഇപ്പോൾ ലൈറ്റൊന്നും ഓണാക്കിയിട്ടില്ല, എന്നിട്ട് ഇത്രയും വെളിച്ചമുണ്ട്. കണ്ടോ, ഇത് താഴത്തേക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ, മുകൾ ഭാഗത്തുനിന്ന്. ഓക്കെ, ഇതൊരു ബെഡ്റൂം, അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് നെക്സ്റ്റ് ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂംസൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വിൻഡോയുടെ ഇതൊക്കെ വുഡിൻ്റെ ഉണ്ട്, തേക്കിൻ്റെ ഉണ്ട് നല്ലത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഒന്ന് ലൈക്കും ചെയ്തോളൂ. കാരണം നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാൻ പറ്റും ചെറുതും വലുതൊക്കെ ആയിട്ട്. ഇനി ബാൽക്കണി കാണാം. നമുക്ക് നല്ലൊരു ഫ്രണ്ടിലേക്ക് നല്ലൊരു ഓപ്പൺ ടെറസ് കിട്ടുന്നുണ്ട്. വേണ്ട കിണറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മിറ്റം കണ്ടില്ലേ. 6 വണ്ടിയൊന്നും അല്ല, അതിലും കൂടുതൽ വണ്ടികളൊക്കെ ഇടാനുള്ള സൗകര്യമുള്ള മിറ്റുണ്ട് കേട്ടോ. 12.5 സെൻറ്റ് സ്ഥലമാണ് ഇത് ഉള്ളത് നിലവിൽ കേട്ടോ. അപ്പോൾ
ഈ 12 സെൻറ്റ് സ്ഥലവും ഈ വീടിനും കൂടിയിട്ട് 2150 സ്ക്വയർ ഫീറ്റാണ് കേട്ടോ വീടുള്ളത്. 2150 സ്ക്വയർ ഫീറ്റും 4 ബെഡ്റൂമിൽ ഒരെണ്ണം ഓഫീസ് റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അറ്റാച്ച്ഡ് ഇല്ല. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺ ബാത്റൂം അതിനുണ്ട്. അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കോടി രൂപയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇനി പാർട്ടി താല്പര്യപ്പെടുകയാണെങ്കിൽ നേരിട്ട് സംസാരിക്കണേ, ബാക്കി എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എത്രയാണെന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. പിന്നെ ഇതിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ പള്ളി, സ്കൂൾ, അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബസ് റൂട്ടിലേക്ക് ഇവിടെ നിന്നൊരു ഏകദേശം ഒരു മെയിൻ ബസ് റൂട്ടല്ല, ചെറിയ ബസ് റൂട്ടിലേക്കൊക്കെ ഇവിടെ നിന്നൊരു 100 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. മെയിൻ ബസ് റൂട്ടിലേക്ക് ഒരു 1.25-1.5 കിലോമീറ്റർ ഡിസ്റ്റൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ എന്നാലും ഒന്ന് ഓടിച്ചിട്ട് കാണിക്കുന്നുണ്ട് നല്ല കാര്യങ്ങളും. താങ്ക് യു.